പറ്റിയൊന്നും എനിക്ക് മോശമായിട്ടൊന്നും പറയാനില്ല. അതേസമയം അങ്ങ് നന്നായിട്ട് തന്നെ വിലയിരുത്തുന്നു, നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ വിലയിരുത്തുന്നു. കാരണം ഈ പാലം ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ആദ്യം പെരുമ്പളം പാലത്തിൻ്റെ മണ്ണ് പരിശോധനയായിരുന്നു. ഇത്രയും വലിയ പാലമല്ലേ, അത് ഞാൻ വന്ന് ഓപ്പൺ ചെയ്തു, ഉദ്ഘാടനം ചെയ്തു അപ്പുറത്ത് വെച്ച്. ഞാൻ കുഴിച്ചൊക്കെ നോക്കിയിട്ടാണ്. അത് കഴിഞ്ഞ് ശിലാസ്ഥാപനം വന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ശിലാസ്ഥാപനം, ഞാൻ അധ്യക്ഷനായിരുന്നു. ഇതിൻ്റെ കാര്യമായൊരു നിവേദനം തന്നത് ആരിഫ് MLA ആണ് അന്ന്. അദ്ദേഹമാണ് അന്നാണ് സ്വാഗതം പറഞ്ഞ ശിലാസ്ഥാപന ചടങ്ങ്. അത് കഴിഞ്ഞ് മുമ്പൊരിക്കൽ ഞാനിവിടെ ആരിഫുമായിട്ട് വന്നിരുന്നു, ഇതൊക്കെ നോക്കിയിട്ട് പോയായിരുന്നു. ഉദ്ഘാടനത്തിന് മുമ്പൊന്ന് കാണണമെന്ന് തോന്നി. എന്നാലും ഇനി അപ്രോച്ച് റോഡ് പണിയണം, കുറച്ച് 5-6 മാസം എടുക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 2 ഗോപുരം പണിയിടുമെന്ന് ഞാൻ പറഞ്ഞു. പാലത്തിൻ്റെ തുടക്കത്തിലും അവസാനം ഊരാളുകാർ പലയിടത്തും അത് ചെയ്യുന്നുണ്ട്, പലയിടത്തും കാണാം നമുക്കത്. മറ്റേ ആറാട്ടുപുഴ ഒരു പാലം ഉണ്ടല്ലോ, അതിൽ പറയുന്ന പേര് അഴീക്കൽ പാലം, അവിടെ ഉണ്ടല്ലോ മനോഹരമായി. ആളുകൾ ഇപ്പോൾ അത് കാണാൻ വേണ്ടി വരുന്നുണ്ട്, ഇപ്പോഴും സന്ദർശകർ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഓപ്പൺ ചെയ്യാൻ പോകുന്ന എന്താ പടഹാരം പാലമില്ലേ, അതിൻ്റെ പടം ഞാൻ പത്രത്തിൽ കണ്ടല്ലോ. അവരിതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ വേണം ഇത്. ഒന്നുമില്ല, ഫണ്ടൊന്നും വിലയിരുത്തണ്ട, ഇവരുടെ ചെയ്തതിൽ ചെറിയ പൈസയിൽ കൊടുക്കും, അതൊക്കെ കൊടുത്തു. പിന്നെ ഏറ്റവും മനോഹരമായിട്ട് വന്നിരിക്കുന്ന ഒന്ന് 3 പാലം 4 പാലം ആക്കുന്നത്. ആ പടം ഞാൻ വന്നുകൊണ്ടേയിരിക്കുക, ഒരു എതിരാകൃതിയിൽ വൃത്തത്തിൽ മനോഹരമായ പാലം, അവിടെ ഞാൻ പോകുന്നുണ്ട്. അവിടെയും നെടുമ്പ്രക്കാടും പടഹാരവും നാടുകീറും, ഇതാണിപ്പം ഓപ്പൺ ചെയ്യാൻ ഏതാനും മാസം മതി. അത് ഇത്ര അടുത്ത് പോകണം. നെടുമ്പ്രക്കാട് പാലം ചേർത്തല മണ്ഡലത്തിൽ. ഈ പാലങ്ങളുടെ പ്രവർത്തനത്തിൽ അങ്ങ് തൃപ്തനാണോ? നാട്ടുകാരെ അറിയിച്ചതിനനുസരിച്ചാണ് നാട്ടുകാർ കുറെ കാലമായി വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല, നിങ്ങളൊക്കെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. ആരോ ചോർത്ത് തന്നോ എൻ്റെ കൂട്ടത്തിൽ അധികം പേരില്ല. അല്ല സാർ, പെട്ടെന്നൊരു സന്ദർശനത്തിലേക്ക് അതോ നല്ലല്ലോ, നേരത്തെ തന്നെ വരാൻ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇന്നൊരു ഫുൾ ഡേ ഉണ്ട്, അപ്പോൾ ഒരു പ്രോഗ്രാം ഇട്ടു. സെക്യൂരിറ്റി ഓഫീസർ അന്വേഷണം വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇന്ന് മുഴുവനും ഇത്തരം സന്ദർശനങ്ങളാണോ? അല്ല, ഈ 5 ആകുമ്പോഴത്തേക്ക് ടൈം എടുക്കും. ഇതും നെടുമ്പാക്കാരനും കൂടെ കഴിയുമ്പോൾ ഉച്ചയാവും. പിന്നെ അവിടെ ചേർത്തലയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി 3 കാണാൻ ഒരു 2 മണിക്കൂർ മതി. ആലപ്പുഴ നഗരത്തിലെ പാലങ്ങൾ ഉൾപ്പെടെ അല്ലേ? ഒരെണ്ണം പണിഞ്ഞ് പൂർത്തിയാവാൻ പോണത് 3 പാലം 4 പാലം ആക്കിയതേ ഉള്ളൂ. ബാക്കി നമ്മുടെ കാലത്ത് തന്നെ പണമൊക്കെ അലോട്ട് ചെയ്തതാണ്. നെഹ്റു ട്രോഫിയും ജില്ലാ കോടതി, അതിപ്പോൾ കാണാനൊന്നുമില്ല. ശരിക്കും ഒരു തുടർ ഭരണത്തിലേക്കൊക്കെ പോയത് കഴിഞ്ഞ തവണ നടപ്പിലാക്കിയ ഈ പൊതുമരാമത്ത് വകുപ്പിലെ വികസനങ്ങളായി അടക്കമാണെന്ന് പാർട്ടി രേഖയുണ്ടല്ലോ. വികസനമാണ് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്തെ അടിസ്ഥാന വികസനങ്ങളാണ്. പിന്നെ ക്ഷേമ പ്രവർത്തനം രണ്ടാം ഗവൺമെൻറ് വരാൻ കാരണമെന്ന് രേഖയുണ്ടല്ലോ CPMൻ്റെ. ഇനിയിപ്പോൾ അടുത്ത തവണയും വരാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും പറയാമല്ലോ. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച പൊതുമരാമത്ത് അടുത്ത ഗവൺമെൻറ് കൂടി കാണും. കുറേ എണ്ണം അടുത്ത ഗവൺമെൻറ് കൂടി വരും. ഉദാഹരണം, പള്ളാത്തുരുത്തി ഔട്ട് പോസ്റ്റ് കൈനേരി പാലമില്ലേ, 50 കോടി, അത് 16-ൽ അനുവദിച്ചതാണ്. ആളുകൾ മാറാതിരുന്നതുകൊണ്ട് സ്ഥലം കിട്ടിയില്ല, ഇപ്പോഴും കണ്ട് മാറിയെന്ന് പറയും. അത് പണിഞ്ഞ് പൂർത്തിയാവുന്നത് അടുത്ത ഗവൺമെൻറ് കാലത്തായിരിക്കും. അപ്പോൾ 3ാമത് തവണയും പിണറായി ഗവൺമെൻറ് വരാനുള്ള സാധ്യതയുണ്ടെന്നാണല്ലോ എല്ലാവരും വിലയിരുത്തുന്നത്. അതാണ് വിലയിരുത്തുന്നത്. ഈ സാധാരണഗതിയിൽ തുടങ്ങി വെച്ച പദ്ധതികൾ പിന്നീട് ആ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ അങ്ങനെ സന്ദർശിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിട്ട് കാണാറില്ല. തുടർന്ന് വരുന്ന ആളുകളല്ല, അതേ മന്ത്രിമാർ ചെയ്യുമ്പോൾ ഞാൻ ഫോളോ അപ്പ് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് കാണണമെന്ന് നേരത്തെ തന്നെ തോന്നി, ഇപ്പോൾ തോന്നി. ഇപ്പോൾ വന്നപ്പോൾ ഇവരും അതുപോലെ മറ്റു ചില കോൺട്രാക്ടേഴ്സും പണിഞ്ഞ ഇതിനേക്കാൾ ചെറിയ പാലങ്ങൾക്ക് ഇതിൻ്റെ ഗേറ്റ് വേകളുണ്ട്, കാണാൻ മനോഹരമാണ്. കായംകുളം പാർക്ക് മൈതാനത്ത് കണ്ടില്ലേ, ഈ ലിസ്റ്റ് കോമ്പോലൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ കൂട്ടുപാത എല്ലായിടത്തും ഉണ്ട്. പിന്നെ നല്ലതല്ലേ അത്, ജനങ്ങളിത് അറിയല്ലേ. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ ആൾ ശ്രദ്ധിക്കത്തില്ല, അത് കഴിഞ്ഞില്ലേ. ഇത് പാർട്ടിക്ക് നല്ലതല്ലേ, ക്യാമ്പയിൻ അല്ലേ. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. ചൗക്കോട്ട പാലം ഉൾപ്പെടെയുള്ള പാലങ്ങളുടെ നിർമ്മാണ ഘട്ടത്തിൽ അതിന്റെ ഉദ്ഘാടന വേളകളിൽ പോലും സാറിന് ഉൾപ്പെടെയുള്ള ആളുകൾ ക്ഷണിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ക്ഷണിച്ചിരുന്നില്ല, എനിക്ക് പരാതിയില്ലല്ലോ. ക്ഷണിച്ചിരുന്നില്ല? ഇല്ല, ക്ഷണിച്ചിരുന്നില്ല, എനിക്ക് പരാതിയില്ല. പക്ഷേ ഉദ്ഘാടനം ചെയ്യാമെന്ന ദിവസം മന്ത്രി റിയാസ് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു, അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, ഉള്ള കാര്യം പറഞ്ഞു. പക്ഷേ ജില്ലയിലെ MLA മാരൊന്നും അല്ലോ നടത്തുന്നത്, അവിടെ ഒരു MLA അല്ലേ ഉള്ളൂ, അല്ലെ അപ്പുറം ഇപ്പുറമായിട്ട് 2 MLA. അതൊന്നും അവരുടെ ഒരു കുറ്റമെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ സർവ്വസാധാരണമായി ഇങ്ങനെ പണ്ടുപോലെയുള്ള രീതിയാണ്. അതുകൊണ്ട് കാര്യമില്ല. അവരെ ഒന്ന്
ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല ഇതിനകത്ത്. ഈ പദ്ധതി തുടങ്ങി വെച്ച ആളുകൾക്ക് കുറച്ചുകൂടെ പരിഗണന എന്ന നിലയ്ക്ക് അതൊന്നും ചർച്ച ചെയ്യാനല്ല ഞാൻ എനിക്കിതാ പ്രശ്നം. ഈ സൈബർ ആക്രമണങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പ്രതികരണം വന്ന ശേഷം ഇപ്പോഴും സൈബർ ആക്രമണമുണ്ട്. ഇല്ലായിരിക്കും. എന്തുകൊണ്ട് പാർട്ടി നേതൃത്വം എന്നുള്ള രീതിയിൽ ഒരു ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്തൊരു മൗനം പാലിക്കുകയാണ്? ജില്ലാ സെക്രട്ടറി നാസർ മാത്രമല്ലല്ലോ പാർട്ടി നേതാവ്, ഒരാളല്ലല്ലോ. ഒരാളെ കൊണ്ട് നിർബന്ധിച്ചതിനെ സംസാരിപ്പിക്കുന്നത്. എനിക്ക് നാസറോട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. കാരണം അയാൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും അവിടെ SFIയുടെ ഫ്രാക്ഷനൊക്കെ കൂടുമ്പോൾ എനിക്കാണ് ചാർജ്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ലല്ലോ, ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ സംഘടിതമായ ഒരു ആക്രമണം വരുന്നു, ഒരേ കണ്ടന്റ് തന്നെ ഷെയർ ചെയ്യപ്പെടുന്നു. ആക്രമണം വന്നത് ബോധപൂർവ്വമാണെന്ന് മനസ്സിലായില്ല. കാരണം വല്ല കാര്യമുള്ള കാര്യമാണോ പറ? ഒരേ കണ്ടന്റ് ആണ് ഷെയർ ചെയ്യപ്പെടുന്നത് എല്ലായിടത്തും. അതെ, അപ്പോൾ അത് ഗൂഢമായ ഒരു നീക്കമാണെന്നുള്ള വ്യക്തമല്ലേ? നിങ്ങൾ തന്നെ അത് പറയുന്നുണ്ടല്ലോ. പിന്നെന്താ ഞാനെന്താ കൂടുതൽ സലാമിനും ആരിഫിനും പ്രതികരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ സാർ പറഞ്ഞു എന്നാലും ജില്ലാ സെക്രട്ടറി പ്രതികരിക്കണം തോന്നി കാണത്തില്ല. അതിനെന്താ തെറ്റ്? പ്രതികരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. എനിക്ക് പറയാൻ എന്തോ എനിക്ക് സംരക്ഷണം തന്നെ. അല്ല, എൻ്റെ ശരീരത്തെ മുറിവുകളൊന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റാനും പോകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ആരെന്താ പറയുന്നതെന്ന് ഞാൻ നോക്കാറില്ല. ഞാനത് നോക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ 2 പേര് എഴുതിയിരിക്കുകയാണ്. ഇത് കള്ളം പറയല്ലേ? അങ്ങ് പോസ്റ്റ് ഇടുന്നവൻ അങ്ങനെ പോസ്റ്റ് ഇടുന്നത് ഞാനല്ല. എൻ്റെ മൊബൈൽ എന്ത് ചെയ്യും? എൻ്റെ ചെറിയ മൊബൈൽ എന്ത് ചെയ്യും? ആ ചെറിയ മൊബൈലിൻ്റെ പേര് നോക്കിയായോ? അതിനകത്ത് ഇതുവല്ലതും കിട്ടും. ഞാൻ അതേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാനതൊന്നും കാണാറില്ല. പക്ഷെ എൻ്റെ വൈഫിൻ്റെ മൊബൈലിലുണ്ട്. CPM-ന്റെ ഒരു രീതിയല്ലല്ലോ സാറേ മുതിർന്ന നേതാക്കളെ അടക്കം ഈ ആക്ഷേപിക്കുമ്പോൾ മൗനം പാലിക്കുക എന്നുള്ളത്. സിസ്റ്റർ, ഞാനതല്ല പറഞ്ഞത്. അതിനെപ്പറ്റിയും എനിക്ക് വലിയ നിങ്ങളുടെ മൊബൈലുണ്ടെന്ന് ഇല്ല. ഞാൻ ഒരു പോസ്റ്റ് പോലും ഞാനല്ല പോസ്റ്റ് ചെയ്യുന്നത്. അത് എൻ്റെ വീട്ടിലുള്ളവർ പോസ്റ്റ് ചെയ്തു തരും. ഞാൻ വെളിയിൽ നിന്ന് ആരെയും വെച്ചിട്ടില്ല. എനിക്ക് കമ്പ്യൂട്ടർ റൂമുമില്ല, കമ്പ്യൂട്ടറുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് അതൊക്കെ ചെയ്യുന്നത്. ആരെ ആക്ഷേപിച്ചൊരു പോസ്റ്റ് എന്ന് വരെ എൻ്റെ മൊബൈൽ കാണിച്ചു തരാമോ? എൻ്റെ പേര് കാണിച്ചു തരാമോ? ഞാൻ ആരെയും ആക്ഷേപിക്കാറില്ല. പൊതുവായ കാര്യങ്ങൾ പറയും, സാമൂഹ്യമായ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബലം. അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്കെന്ത് പറ്റാനാണ്? അത് ന്യൂസ് 18-ലെ ഡിസ്കഷനിൽ അവർ 4 പേരും പറഞ്ഞല്ലോ, ഇത് ജീസുകാരനൊന്നും സംഭവിക്കില്ല, അദ്ദേഹത്തെ ബാധിക്കത്തേയില്ല. ന്യൂസ് 18-ലോട് ചർച്ച ഉണ്ടായിരുന്നല്ലോ 4 പേരുടെ. റിപ്പോർട്ടറല്ല, ന്യൂസ് 18-ലല്ലേ, റിപ്പോർട്ടറല്ലായിരുന്നു. ജയചന്ദ്രനൊക്കെ പങ്കെടുത്ത്. ജയചന്ദ്രൻ ഇടതുപക്ഷക്കാരനും CPM-കാരനുമല്ലേ. പുള്ളി ഇതിനെ വർഷത്തലത്തിനെയൊക്കെ പറഞ്ഞല്ലോ. പാർട്ടി എന്ത് പിഴച്ചെന്ന്? ഇത് പാർട്ടി അല്ലല്ലോ. ഇതൊന്നും പാർട്ടിക്ക് ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റും? പാർട്ടി അങ്ങനെ ചെയ്യത്തില്ലല്ലോ. പാർട്ടിയല്ല, പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ടവർ കാണുമായിരിക്കും, താഴത്തെ നിലയിലൊക്കെ കാണുമായിരിക്കാം. ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നുള്ള നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ പാർട്ടി നിയന്ത്രിക്കാൻ പറ്റുന്നവരല്ലെങ്കിലോ? ആയിരിക്കാം ചിലരൊക്കെ. എല്ലാവരും ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലരൊക്കെ പാർട്ടി മുഖമല്ല, പാർട്ടിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് ഓരോന്ന് എഴുതി വെച്ച് പാർട്ടിയുടെ പിന്തുണ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ. അടുത്ത കാലത്തായിട്ട് പൂർണ്ണമായിട്ടൊന്നും ഈ സൈബർ പോരാളികളോ അത് പോട്ടെ. അല്ല, സൈബർ അദ്ദേഹം ഒന്നും അതിനെ അംഗീകരിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ ഒരിക്കലേ വരുന്ന വഴിയല്ല പാർട്ടി ഈ അടുത്ത കാലത്തായിട്ട് പാർട്ടി നേതാക്കന്മാരെയും അത്തരം കാര്യങ്ങളെയൊക്കെ ന്യായീകരിക്കുകയും അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ സൈബർ മേഖലയിലാണ്. പറയുന്ന കേൾക്ക്, ഇതൊന്നും ഞാൻ ഒരൊറ്റ എണ്ണം വായിച്ചിട്ടില്ല. കാരണം എൻ്റെ ചെറിയ നോക്കിയ മൊബൈൽ ഇത് കിട്ടത്തില്ല. പക്ഷേ എൻ്റെ വൈഫിൻ്റെ കയ്യിലിതുണ്ട്. അപൂർവമായിട്ട് ചിലത് അവരെന്നെ കേൾപ്പിക്കും. ഞാൻ കൂടുതൽ കേൾക്കത്തുമില്ല. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസം ഇതൊന്നും പൊതുജനങ്ങളെ ബാധിക്കുന്നതല്ല. പൊതുജനങ്ങൾ ഇതൊന്നും വായിച്ച് സന്തോഷിക്കത്തില്ല. അതൊക്കെ ആൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, 2 വർഷം മുമ്പ് പറഞ്ഞു. പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നുള്ള ആ നിലപാട് ഇപ്പോഴും സാർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കം അങ്ങനെ പൊളിറ്റിക്കൽ ക്രിമിനലിസം ഇല്ലെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ നിഷേധിക്കുക. അതാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് തോന്നുന്നു. പൊളിറ്റിക്സിനകത്ത് ക്രിമിനൽ സ്വഭാവമുള്ള രീതികൾ ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളത് നിഷേധിച്ചോളുക. ബോധപൂർവമുള്ള അപമാനിക്കലിന് പിന്നിൽ ആ ഒരു ബോധപൂർവ്വം അവമാനിച്ചതല്ല. പ്രത്യേകിച്ച് പറയണോ? ഞാനാണ് പറയണത്. നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുകയല്ലേ നിങ്ങളുടെ ടെലിവിഷനിൽ. ബോധപൂർവ്വമാണ്. ഈ ഭരണഘടനയെ പറ്റി മന്ത്രി സജി ചെറിയാനാണ് കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞത്. അപ്പം അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരാളാണ് പറഞ്ഞത്. ഞാനല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹത്തെ പറ്റിയാണെന്ന് വ്യാഖ്യാനമല്ലേ. കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞാൽ ഉടനെ സജി ചെറിയാൻ പതിച്ചു കിട്ടിയതാണ് ഈ വാക്കുകൾ. യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്നാണ്. കവിത ആദ്യം വായിക്കുക. SFI എന്താണെന്നും എന്തായിരുന്നു അതിന് മഹത്തായ ആശയങ്ങൾ എന്താണെന്നും ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് വിപരീതമായി അതിനകത്ത് വന്നിട്ട് ചെയ്യുന്നവരെയാണ് വിമർശിച്ചിരിക്കുന്നത്. SFI അല്ല. നിങ്ങളെല്ലാം കൊടുക്കുന്ന SFIയെ വിമർശിച്ചു. SFI എന്ത് വിമർശിച്ചു?
അതിൻ്റെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. വിമർശിക്കാൻ പറ്റുമോ?